പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ സുന്ദരമായ ഒരു പ്രഭാതം. ഇന്ന് തിങ്കളാഴ്ചയാണ്. പുതിയ ദിവസം, പുതിയ മാസത്തിൻ്റെ ആരംഭമാണ്. അതായത് 1-ാം തീയതി കഴിഞ്ഞ് ഇന്ന് 2-ാം തീയതി, മാർച്ച് മാസം 2-ാം തീയതി എത്തി നിൽക്കുന്നു. വളരെ സന്തോഷത്തോടെ ദൈവവചനവുമായി നിങ്ങളോടൊപ്പമായിരിക്കുക അത് വലിയ സന്തോഷം തരുന്നൊരു കാര്യമാണ്. ദൈവത്തിന് നന്ദി പറയുന്നു. സോ സ്മൈൽ ആൻഡ് സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ജീസസ്. ഈ എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ സിബി വർഗീസ്. ഇന്ന് നാം പഠിക്കുന്ന വചനം സക്കറിയ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 3-ാം വചനമാണ്. ദ ബുക്ക് ഓഫ് ദ പ്രൊഫറ്റ് സക്കറിയ ചാപ്റ്റർ 1 വേഴ്സ് 3. അതിങ്ങനെയാണ് പറയുന്നത്. ഇത് നോമ്പുകാലമാണ്, നമുക്കറിയാം. ഈ നോമ്പുകാലത്ത് ഒരു തിരിച്ചു വരവാണ്, നമ്മുടെയൊക്കെ തിരിച്ചു വരവാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അപ്പം നാം കർത്താവിങ്കിലേക്ക് മടങ്ങി വരാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ എത്രമാത്രം വിശുദ്ധിയോടെ കർത്താവിൻ്റെ അടുത്തിലേക്ക് മടങ്ങി വരാൻ സാധിക്കുമോ അത്രമാത്രം വിശുദ്ധി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. നമ്മുടെ കുറ്റങ്ങളിൽ നിന്ന്, പാപങ്ങളിൽ നിന്നൊക്കെ ഒന്ന് മാറി, ഒന്ന് പിന്തിരിഞ്ഞ് മാപ്പ് ചോദിച്ച് കുമ്പസാരിച്ച് കർത്താവിനോട് ഏറ്റുപറഞ്ഞ് തിരിച്ച് കർത്താവിൻ്റെ പക്കലേക്ക് തിരിച്ചു വരിക. അപ്പോൾ കർത്താവ് ആഗ്രഹിക്കുന്നതാണ്. സക്കറിയ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 3-ാം വചനമാണ്. കർത്താവ് അരുളി ചെയ്യുന്നു. വചനം ഇതാണ്. കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുവിൻ, എൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുവിൻ, അപ്പോൾ ഞാനും നിങ്ങളുടെ അടുത്തേക്ക് മടങ്ങി വരും, ഞാനും നിങ്ങളുടെ അടുത്തേക്ക് മടങ്ങി വരും. കർത്താവ് പറയുകയാണ്, എൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുവിൻ. അപ്പോൾ, അതായത് നാം കർത്താവിൻ്റെ പക്കലേക്ക് മടങ്ങി വരുമ്പോൾ കർത്താവ് നമ്മുടെ അടുത്തേക്ക് വരും. Thus says the Lord of hosts, return to me. Thus says the Lord of hosts, return to me, says the Lord of hosts, and I will return to you. I will return to you. അപ്പോൾ ഇതാണ് കർത്താവ് പറയുന്നത്. നാം നമ്മുടെ അടുത്തേക്ക്, നമുക്ക് ധൂർത്തപുത്രൻ്റെ ഉപമ അറിയാലോ. കർത്താവ് കാത്തിരിക്കുകയാണ് നമ്മുടെ മടങ്ങി വരവിന് വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ആഗ്രഹിക്കാം ഒരു തിരിച്ചു വരവ്, കർത്താവിൻ്റെ പക്കലേക്ക് ഒരു തിരിച്ചു വരവ്. എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ കർത്താവെ, ഇന്ന് നിൻ്റെ പക്കലേക്ക് മടങ്ങി വരുവാൻ, തെറ്റിപ്പോയ ഇടങ്ങളിൽ നിന്ന്, സാഹചര്യങ്ങളിൽ നിന്ന് നിൻ്റെ അടുത്തേക്ക് തിരിച്ചു വരുവാൻ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ആമേൻ.